ഞാൻ 2 പശു ഉണ്ടെന്ന് വിചാരിച്ചേട്ടാ. രണ്ടെണ്ണം തന്നെയായിരുന്നു. ഒരെണ്ണം നോക്കണ്ടേ പാല് കഴിയാറാകുമ്പോഴേക്ക് ഒരെണ്ണം നോക്കണം. അപ്പോഴേക്ക് സൊസൈറ്റിയിൽ ഇപ്പൊ എത്ര രൂപ കിട്ടും പാല് കൊടുക്കുമ്പോ? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഇപ്പൊ പല ആനുകൂല്യങ്ങളും തരുന്നുണ്ട് അവര്. പാലിന്റെ വില മാത്രല്ല, അത് കൂടാണ്ട് നേരിട്ടിട്ട് മിൽമ 6 രൂപ 7 രൂപ തരുന്നുണ്ട് 1 ലിറ്റർ പാൽ. ഈ ശശിയേട്ടനാണ് എൻ്റെ വീട്ടില് പാല് കൊണ്ടിരുന്നത് ദിവസവും. ഞാൻ ആദ്യം പശുവിനെ വളർത്തിയിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ടോ, ഒരു കോവിഡിൻ്റെ മുന്നേക്കെ വെച്ചിട്ടാണ് ഞാൻ പശു വളർത്തൽ അവസാനിപ്പിച്ചത്. നല്ല ചില പശുക്കളെ കണ്ടറിയാം, ഭയങ്കര ഡീസൻ്റാണ് കണ്ടു കഴിഞ്ഞാൽ. സാധാരണ അവിടെയാണല്ലോ വന്നിരിക്കാറോ? അവിടെ ആയിരുന്നു. നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വിളക്ക് ഇതിന് എത്ര ലിറ്റർ കിട്ടും? വിളക്ക് 15 ലിറ്റർ കിട്ടും. ഉണ്ടല്ലോ. ഇപ്പൊ ഒരു 6 മാസം കഴിഞ്ഞ് പറ്റിട്ട് ഒരു 12 ലിറ്റർ ഇപ്പോൾ കിട്ടുന്നുണ്ട്. വേറെ ആരും ഇല്ലേ കൂട്ടിന്? സാധാരണ വേറെ ആരെയും കാണാറുണ്ടല്ലോ. കുറച്ചു എല്ലാവരും പശു നിർത്തിയില്ല, ലാഭം കാരണം. ലാഭം കാരണം കൊണ്ട് നിർത്തി എല്ലാവരും. അപ്പൊ ഒരാള് ഞാൻ മാത്രം അവിടെ തീറ്റാണല്ലോ. അല്ല, മറ്റേത് വേറെ കുറെ ആൾക്കാരൊക്കെ കാണാറുണ്ട്. 2 ആള് മരിച്ചില്ലേ? അപ്പൊ അതോടുകൂടി അവരുടെ ഇത് കഴിഞ്ഞു. പുതിയ ആൾക്കാരില്ല. ഇല്ല. എനിക്ക് ഇപ്പൊ ഇടയ്ക്ക് തോന്നുന്നു ഒരു പശുക്കുട്ടിയെ നിർത്തി വളർത്തിയാലോ തോന്നുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നല്ല അല്ല, കാര്യമൊക്കെ നല്ലതാ. പക്ഷെ അത് നമ്മളെ ജോലിയും എല്ലാം കൂടി നടക്കില്ല. അതാ, പശുക്കുട്ടിയൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ കൊണ്ടിടക്കാൻ വലിയ പ്രയാസം. അതാണ് കുഴപ്പം. ഗവൺമെന്റ് 100 കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും. കാര്യത്തിൽ നടക്കൊന്നുമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പണിക്ക് ആളെ കിട്ടാൻ ഒന്നിനും ആളില്ല. അല്ല, ആളെയും പണിക്ക് ഒന്നിനും ആൾക്കാരെയും കിട്ടാനില്ലല്ലോ. എന്തെങ്കിലും ഭയങ്കര റേറ്റ് ഒക്കെ അല്ലേ ഇപ്പൊ. ഇനിയിപ്പൊ പയ്യൻകുട്ടിക്ക് ഇപ്പൊ എന്ത് വില ഉണ്ട്? ഇപ്പൊ ഒരു 8-9 മാസമൊക്കെ ആയിട്ടുള്ള പയ്യൻകുട്ടികൾക്ക് 9 മാസമൊക്കെ പയ്യൻകുട്ടിയാണ്. ഒരു 10 രൂപയെങ്കിലും കാണും. 10 രൂപ കാണും. അല്ല, ഞാൻ എന്താ വെച്ചാലേ ഈ വർഷക്കാലത്ത് പറമ്പിൽ കാട് പിടിക്കുമ്പോഴേ ഈട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിന്നോളൂല്ലോ. അത് കഴിഞ്ഞ് ഈ ചെന പിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കും ചെയ്യാം. അങ്ങനെ പോത്തായി കഴിഞ്ഞാൽ എനിക്ക് ഏതെന്താ ബുദ്ധിമുട്ടാന്ന് വെച്ചാലേ നേരിട്ട് ഇതിനെ അറക്കാൻ കൊടുക്കാന്നൊരു വിഷമമാണ്. നമ്മളിത് ഇതിനെ കൊണ്ടുനടന്ന് തിരിച്ചിട്ട് പിന്നത്തെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒരു വിഷമമാണ്. അപ്പൊ പയ്യൻകുട്ടിയാകുമ്പോ പിന്നെ അതുണ്ടാവില്ല. അതല്ലേ? അതായത് നമ്മുടെ ഇതിനൊക്കെ നല്ല വിലയില്ലേ ഇപ്പൊ? പ്രസവിച്ച പയ്യനത്തിന് എന്ത് വില ഉണ്ട് ഇപ്പൊ? പ്രസവിച്ച വിലയൊക്കെ നല്ല വിലയുണ്ട്. കാറ് മേടിക്കണ പോലെ അല്ലെങ്കിൽ പിന്നെ 1 രൂപ കൊടുത്തിട്ട് AC മേടിക്കില്ലേ? അതുപോലെ അങ്ങനൊക്കെ വല്ലൊക്കെ ചെയ്യണം. അത് കൊള്ളാം. ഞാൻ തമാശ പറയല്ല, പൈക്കളിലൊക്കെ കുറച്ചു തുടങ്ങി. ഇപ്പൊ ഞാൻ ചത്തു കഴിഞ്ഞാ ഈ വംശം ഉണ്ടാവില്ല. അല്ല, ശരിയാണ്. അതിനിപ്പോ പുതിയ ആൾക്കാർ വരുന്നില്ല. അപ്പൊ പുതിയ ഓരോ ആൾക്കാരും വരുന്നില്ല, വരൂല്ല. അത്രയും ഇതാണ് ഈ ദുരിത. ഒരു പശയിലും 2 പശയിലും 2 ആള് മെനക്കെടണം. ശരി പറഞ്ഞ കറക്റ്റ്. അല്ല, എനിക്കറിയാലോ, ഞാനൊരു 3-4 കൊല്ലം അതിനെ കൊണ്ടുവരുന്നല്ലോ. വേറെ കൊച്ചുനേട്ടൻ മാത്രം കറക്കണ്ടായിരുന്നു എന്നല്ലോ. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നത്. തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. എന്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ, പോവാൻ പറ്റണ്ടേ തുടങ്ങി. അപ്പൊ ഞാൻ കൊടുത്ത്. അല്ലെങ്കിൽ പിന്നെ മുഴുവൻ ആ പണിക്കായിട്ട് നിക്കണം. അപ്പൊ അതും പറ്റില്ല, അതും ശരിയാവില്ല. കുറച്ചും കൂടി 10-50-55 വയസ്സാവട്ടെ, എന്നിട്ട് ആലോചിക്കാം. അല്ല, പശുവിനെ വളർത്തിയിട്ട് വല്ല ഫാം പോലെ ആക്കണമെന്ന്. സ്ഥലം ഉള്ളത് തന്നെ എന്ത് ചെയ്യണം അറിയണ്ട. അതൊക്കെ അവിടെ കൊറേ വീട് വന്നിട്ടുണ്ടല്ലോ അതില്. ഒക്കെ കച്ചവടമായില്ല. എന്താ വില? 1 ജില്ലാനൊക്കെ ഉണ്ടാവൂല. 9 വീടാ 8 വീട് അങ്ങടെ അതിന്റെ ഉള്ളിൽ വന്നു. അപ്പൊ ഞാൻ 2 പശു ഉണ്ടെന്ന് വിചാരിച്ചേട്ടാ. 2 തന്നെയായിരുന്നു. ഒരെണ്ണം നോക്കണ്ടേ, പാല് കഴിയാറാകുമ്പോഴേക്ക് ഒരെണ്ണം നോക്കണം. അപ്പോഴേക്ക് സൊസൈറ്റിയിൽ ഇപ്പൊ എത്ര രൂപ കിട്ടും പാല് കൊടുക്കുമ്പോ? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഇപ്പൊ പല ആനുകൂല്യങ്ങളും തരുന്നുണ്ട് അവര്. പാലിന്റെ വില മാത്രല്ല, അത് കൂടാണ്ട് നേരിട്ടിട്ട് മിൽമ 6 രൂപ 7 രൂപ തരുന്നുണ്ട് 1 ലിറ്റർ പാൽ. അത് ശരി. തരുന്നുണ്ട്. അതുപോലെ പുഴക്കൽ ബ്ലോക്ക്
ഒരു ചെറിയൊരു കാശ് തരും. ആ ആ ആ അവരൊരു കയ്യാലെന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ ഇങ്ങനെ അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണം. ഈ സംഭവം എനിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടാക്കുന്നത്. അല്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഒരാളും വരണില്ലേ. ചാണം മണക്കണമെന്നൊക്കെയാ പറയണത്. എന്തോന്നാ പറയാ, പിന്നെ ചാണം മണക്കാണ്ടിരിക്കുവോ? അല്ല ഞാൻ സാധാരണ ഇങ്ങോട്ട് വരുമ്പോ ശശിയായിട്ടിരിക്കാറുണ്ട്, പിന്നെ അവര് രണ്ടാൾക്കാര് ആരെങ്കിലും ഇങ്ങനെ അവിടെ ഇരിക്കാറുണ്ട്. ഇപ്പൊ ആരുമില്ല. അതിന് അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോ വെറുതെ ഇങ്ങനെ നടന്നു വന്നതാ. അവന് 2-3 ഉണ്ടായിരുന്നതാ ഒക്കെ കൊടുക്കുക. അപ്പോൾ ഇവർക്ക് 2 ഉണ്ടായിരുന്നു. പിന്നെ ഒരാള് ഒരെണ്ണത്തിനെ കൊണ്ടു നടക്കുന്ന അവിടെ. ഇപ്പൊ പുല്ലും തീർന്നില്ലേ, മറ്റേത് ഇവിടെ ഉള്ള പുല്ലൊക്കെ ഒന്ന് പശു തിന്ന് പോവാറുണ്ട്. പശു തിന്ന് പോറുണ്ട്. വലിയത് ഇനിയിപ്പോ ഒരു മഴ പെയ്ത് കഴിഞ്ഞാ വേണ്ട പുല്ലായി. എളുപ്പല്ല, കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചൂലിശ്ശേരി പിന്നെ ആരാ ഉള്ളത്? മറ്റേ ഒരു ബാലൻ എന്ന് പറഞ്ഞാലേ ആൾക്ക് പശുല്ലേ ഇപ്പോഴും? ബാല നിങ്ങളവിടെ പണി അല്ലല്ല, ആ ബാലേട്ടനല്ല, വേറെ പള്ളി ബാലൻ. അവനൊരു 3-4-5 പശുണ്ട്. ശ്രീധരേട്ടൻ മരിച്ചു. പിന്നെ ആരെ ഇവിടെ ഒരാളും കൂടി മരിച്ചില്ലേ പശുവിനെ വളർത്തിയിരുന്ന? അതാരാ മരിച്ച? അവനൊക്കെ ഇവിടെ കൊണ്ടുവരാറുള്ളതാ. ഇപ്പൊ ശ്രീധരൻ എന്ന് പറഞ്ഞ കേശവന്റെ ചേട്ടനല്ലേ? ചേട്ടനാ അനിയനാ ഈ കയറ്റത്തുള്ളത്? അത് വേലായുധൻ, ഈ ചന്ദ്രന്റെ ചേട്ടൻ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ആളുടെ മോൻ പശു ഉണ്ടാ? അവനൊരു പശുള്ളോ. അവൻ ഫാമ് നടത്തിയിരുന്ന 5-6 പശു കിട്ട്. അത് ശരി. അപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ചു, ഊതി മതിയായി. എളുപ്പല്ല. അപ്പൊ ഒരു പശുള്ളവന് തീറ്റക്ക് എന്താ വില ചാക്കിന്? ചാക്കിന് ഇപ്പൊ 1360 രൂപ. 50 കിലോ? 50 കിലോ ചാക്കിന്റെ തീറ്റയുടെ പോട്ടെ. ഈ പശുവിനൊരു കേട് വന്നാലേ ഒരു ഇഞ്ചക്ഷത്തിന് വേണം 1000 ചില്ലാൻ രൂപ. 1750 രൂപ ഒരു ഇഞ്ചക്ഷത്തിന്. ഇതിന് മറ്റേ കുത്തിവെക്കാൻ ആരാ വരാ? മറ്റേ ഇതിന് കുത്തിവെക്കാൻ ഡോക്ടറെ പിടിപ്പിക്കാൻ വരില്ല? വിളിച്ചപ്പോ വരില്ല. അവര് വന്ന അവർക്ക് 300 കൊടുക്കണം. അവര് പെട്രോളും കത്തിച്ച് വരില്ലേ, അവർക്ക് കാശ് കിട്ടണ്ടേ? അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അവര് വരും കേട്ടോ. അവർക്ക് ഒന്നും ചെയ്യും. ഇപ്പൊ ചിലർക്കൊക്കെ ആത്മഹത്യയുണ്ട്, പക്ഷെ എന്തുണ്ടായിട്ട് കാര്യമില്ല. നല്ല പശു അത്. ഇത് എത്രാമത്തെ പേരായി ഇത്? 4. അതല്ല, നമ്മുടെ വീട്ടിൽ പറ്റുണ്ടായി പശു അത്. ശരി. നല്ല ഒതുങ്ങി വലിയ ശല്യമില്ലാത്ത ആളാതുകൊണ്ടല്ലോ. കണ്ടു കഴിഞ്ഞാൽ എന്റെ കയ്യിലുണ്ടായിരുന്ന പോലുള്ള പശുവാ. അതെ, അതുകൊണ്ട് കൊണ്ടു നടക്കണ്ടേ. അത് നല്ല ചില പശുക്കളെ കണ്ടറിയാം, ഭയങ്കര ഡീസൻ്റാ കണ്ടു കഴിഞ്ഞാൽ. എളുപ്പമല്ല കാര്യങ്ങൾ നാട്ടിലെ. നമ്മുടെ നാട്ടിലിപ്പോ ഒരു പണിക്കുള്ള ആൾക്കാരൊന്നും ഇല്ല. അല്ല, പണിയല്ല, പണി ഞാൻ അറിയണ ആൾക്കാരും എന്റെ അതന്നെ. ഇതിപ്പോ പണിയണം എന്നുള്ള താല്പര്യമില്ല. ഇത് അറിയണ്ടേ, പണി അറിയണ്ടേ? പണി അറിഞ്ഞാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അത് ആ സ്ഥലം ആരുടെ ആയിരുന്നു? ആ വില്ലകൾ വന്നത് നമ്മളവിടെ ഒരു എഞ്ചിനീയർ, പോഡ്കാസ്റ്റിൽ ആദ്യത്തെ എഞ്ചിനീയർ ഉണ്ടായിരുന്നില്ലേ, ചാക്കോ സാറിന്റെ സ്ഥലം അത്. അത് ശരി. ചാക്കോ സാർ ഇവിടെ വന്നപ്പോ അത് മേടിച്ചതാ. അത് മുത്തശ്ശന്റെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആളതൊക്കെ കൊടുത്തൂല്ലോ. അതെ, ആള് വേറെ ആൾക്കാർക്ക് കൊടുത്തു. വെള്ളമൊക്കെ എങ്ങനെയാ ഇതിന്റെ ഉള്ളില്? അതില് വെള്ളം കൊള്ളടിച്ചിട്ടുണ്ട്. കിണറുണ്ട്. കിണർ വെള്ളം ഉണ്ടല്ലോ. കൊള്ളടിച്ചിട്ടുണ്ട്, കിണറുണ്ട്. വീടങ്ങള് പണി കഴിഞ്ഞു. അല്ല, ഇനിയുള്ള കാലത്ത് ഈ വക പരിപാടികളെ പറ്റുള്ളൂ. പറമ്പൊക്കെ പതുക്കെ കൊടുത്തു, അല്ല വീടൊക്കെ കൊണ്ട് വിൽക്കുക. അതൊക്കെ നടക്കുള്ളൂ. വേറെ എന്ത് ചെയ്യാൻ? ശശിയേട്ടൻ മാത്രമേ പശുവിനെ തീറ്റ ഒറ്റയ്ക്കായി. അതല്ലേ, 2-3 ആളുണ്ടായിരുന്നതാ. ഒരാള് ഫീൽഡിൽ നിന്ന് പോയാ പിന്നെ വേറെ ആളില്ല, പകരം ആളില്ല. ഫീൽഡിൽ നിന്ന് പോയാല് കവുങ്ങും ഇത് കംപ്ലീറ്റ് ഞാൽക്കണ്ണിയായിരുന്നു. ഞാൽക്കണ്ണിയുടെ ഒഴിവുള്ള സ്ഥലത്ത് ഓരോ തൈ വെച്ചിട്ടുള്ളത് മുത്തച്ഛൻ. ഇവിടുന്ന് ഞാറ് കോളിലേക്ക് കൊണ്ടുപോകും. അന്ന് ആടാട്ട് കോളിലേക്ക്. അതുപോലെ കൊയ്ത് കഴിഞ്ഞാൽ കറ്റങ്ങടെ തന്നെ വരിക.
ഈ കാളവണ്ടിയിൽ അത് ഞാൻ പറഞ്ഞു. പഠിക്കാനും എനിക്കിപ്പോൾ ഓർമ്മ വയ്ക്കുമ്പോഴേക്കും അടാട്ടുകോളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുണ്ട് അടാട്ടുകോള് ഇവിടെയുള്ള കൃഷിഭൂമിയൊക്കെ അന്ന് തന്നെ വിറ്റുണ്ട്. ഒരു ഏകദേശം ഇതൊക്കെ ഇതിൽ പെട്ടതല്ലേ. അതെ ഇതുവരെ ഉണ്ടായിരുന്നതുകൊണ്ട്. ഇവിടേക്ക് ഏറ്റവും ഫസ്റ്റ് ട്രാക്ടർ മേടിച്ചത് ആ തറവാട്ടില് മറ്റേ വല്ലിച്ചൻ തമ്പുരാൻ. എന്താ ചെയ്യാലേ, പറഞ്ഞിട്ട് പുതിയ കാലങ്ങൾ വരും അങ്ങനെ വിചാരിക്കുക. ഞാനവിടെ നടക്കട്ടെ. ഈ ശശിയേട്ടനാണ് എൻ്റെ വീട്ടില് പാല് കൊണ്ടിരുന്നത് ദിവസം. ഞാൻ ആദ്യം പശുവിനെ വളർത്തിയിരുന്നു. അപ്പോൾ കുറച്ച് കാലമായിട്ടോ, ഒരു കോവിഡിൻ്റെ മുന്നേക്കെ വെച്ചിട്ടാണ് ഞാൻ പശു വളർത്തൽ അവസാനിപ്പിച്ചത്. പറ്റാതെയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ജോലിക്ക് നടക്കില്ല. പിന്നെ ഇതിനെ പശുവിനെ നമ്മൾ തീറ്റ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, സമയത്തിന് തീറ്റ കൊടുക്കാതെ പറ്റില്ലല്ലോ. അതങ്ങനെ ഒരു സൈഡിലുള്ള വിഷയം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് അവസാനിപ്പിച്ചു. അപ്പോൾ ആളെൻ്റെ വീട്ടിൽ പാല് തരുന്നത്. അപ്പോൾ ആളുടെ കൂടെ സാധാരണ ഈ പാടത്ത് വേറെ കുറേ ആൾക്കാരൊക്കെ പശുവിനെ തീറ്റാൻ വന്നിരിക്കുന്നുണ്ടാവും ഇതുപോലെ. പക്ഷെ ഇന്നിപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ ഞാൻ ചോദിക്കുക. അപ്പോൾ അതിൽ ചില ആൾക്കാരൊക്കെ പ്രായമായിട്ട് അവർ മരിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ട് ആൾക്കാർ. വേറെ പുതിയ ആൾക്കാരൊന്നും ഈ ഫീൽഡിലേക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ല, ഓരോ കാലഘട്ടം കഴിയുന്തോറും വരുന്ന മാറ്റങ്ങളാണ് നാട്ടിൽ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം വൈകുന്നേരം പാടത്തു കൂടെയൊക്കെ നടന്നല്ലോ. നടന്ന് ഒരു ഉഷാറായി, ഫ്രഷായിട്ടുള്ള എയർ ശ്വസിച്ചു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് നടക്കാം. അപ്പോൾ ശരി, ഞാൻ ചുമ്മാ അങ്ങനെ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചുമ്മാ ഒരു വൈകുന്നേരം ഞാനിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾ, ശശിയേട്ടനെന്ന് ചെയ്യുന്ന നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയൊന്ന് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കുക, പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണാം. ബായ്.